ബി.ജെ.പിക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ, ചോദ്യങ്ങളിൽ ഇവർക്ക് തന്നെ ഒരു വിശ്വാസമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ആ വിശ്വാസം, അവർക്ക് തന്നെ ആത്മവിശ്വാസമില്ലാത്ത എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് കരുതി മാത്രം ഒരു വിഷയത്തിൽ കിടന്ന് തൂങ്ങി പറയുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഒന്നാമത് ആലോചിച്ച് നോക്കണം, ഇവർ തന്നെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി 10,000 കോടികളുടെ നിക്ഷേപവും ബിസിനസ്സുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അശോക് ഗെഹ്ലോട്ടിൻ്റെയൊക്കെ സമയത്ത് അവിടെ കൊടുത്തിരുന്ന 25,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇവിടെ മാത്രം നടത്തിയത്, രാജസ്ഥാനിൽ മാത്രം നടത്തിയത്. പിന്നെ കേരളത്തിലെ വിഴിഞ്ഞമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു വിഷയം എടുത്തുകൊണ്ട് അതിനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കാര്യത്തിന് ഇവർ തയ്യാറല്ല, ഇവർ പോയിട്ടുമില്ല. ഇനി മറ്റൊരു കാര്യം, ഇവരുടെ കാര്യം പറഞ്ഞു, ഇന്ത്യ മുന്നണിയുടെ തകർച്ചയുടെ കാര്യത്തിൽ പറഞ്ഞാൽ എന്താണ് ഇവരുടെ ഈ മുന്നണി എന്ന് പറയുന്നത്? ഒന്നാമത് പരസ്പരം വിശ്വാസമില്ലാത്ത, കുറേ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം നയിക്കുന്ന, കുടുംബാധിപത്യവും ഏകാധിപത്യവും മാത്രമുള്ള കുറേ പ്രാദേശിക കക്ഷികൾ ഒത്തുചേർന്ന ഒരാൾക്കൂട്ടമാണ് ഇവരുടെ ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സാധനം. ഒരു മനുഷ്യർക്ക് ഇതിൻ്റെ അകത്തെ ഒരൊറ്റ മുന്നണിയിലെ ഒരു പാർട്ടിക്കും പരസ്പരം കണ്ടുകൂടാ, പരസ്പരം വിശ്വാസവുമില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയുള്ളൊരു മുന്നണിക്ക്, അങ്ങനെയുള്ളൊരു സംവിധാനത്തിന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ആ ഒരു തകർച്ചയാണ് ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം, ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം പ്ലാൻ ബി ആണോ എന്നുള്ളത്. നോക്കൂ, പശ്ചിമ ബംഗാളിലെ ഏറ്റവും മുന്നിൽ നിന്ന് പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് കക്ഷികളാണ് ബി.ജെ.പിയും ഈ തൃണമൂൽ കോൺഗ്രസും. തൃണമൂൽ കോൺഗ്രസ്സാണ് അവിടുത്തെ ഒന്നാമത്തെ കക്ഷി, ബി.ജെ.പിയാണ് അവിടുത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷി. മുഖ്യ പ്രതിപക്ഷം ബി.ജെ.പിയാണ്. അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുന്ന, വളരെ വ്യക്തമായ അടിസ്ഥാനപരമായി തന്നെ ഏറ്റുമുട്ടുന്ന രണ്ട് കക്ഷികൾ, അവർ പരസ്പരം പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അവർക്ക് തൃണമൂൽ കോൺഗ്രസ് ഈ ഔദ്യോഗികമായിട്ടൊന്നും ഇന്ത്യ ഇവരുടെ മുന്നണിയുടെ ഭാഗം പോലും ആയിരുന്നില്ല. അവർ തമ്മിൽ ചില നീക്കുപോക്ക് ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളതല്ലാതെ ഈ രാഹുൽ ഗാന്ധിയുടെ ആ യാത്ര ബംഗാളിലെത്തിയപ്പോൾ ഇവർ മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല. അങ്ങോട്ട് മമതാ ബാനർജി ആ പ്രദേശത്തേക്ക് പോലും പോയിട്ടില്ല. അത്രമാത്രം മമതാ ബാനർജി, അത് പിന്നെ ഈ മമതാ ബാനർജി അങ്ങനെ എപ്പോഴും അങ്ങനെ ഒരു ഒറ്റയാനെ പോലെ അടഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ളൊരു സ്ത്രീയാണ് അവർ. അവരോടൊക്കെ യോജിച്ചു പോകുക എന്നൊക്കെ പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആ സംസ്ഥാനം, അവിടുത്തെ ബംഗാളിലെ താല്പര്യം, അതല്ലാതെ മറ്റൊരു വിഷയവും അവർക്കില്ല. ബാക്കി ഈ ബംഗാൾ ഒഴിച്ച് ഈ ഭൂമി മുഴുവനും കടലിൽ താണു പോയാലും അവർക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ DMK സംബന്ധിച്ചുള്ള, അവർക്ക് തമിഴ്നാടിൻ്റെ പുറത്തേക്ക് അവർക്ക് യാതൊരു താല്പര്യവും അവർക്കില്ല. ഇങ്ങനെയുള്ള കക്ഷികളാണ് ഇതിൻ്റെ അകത്തുള്ളത് മുഴുവനും. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഭിന്നത തീർച്ചയായും ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷി അല്ലെങ്കിൽ ബി.ജെ.പി അവരുടെ എതിർപക്ഷത്തുള്ളവർ മുതലെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ലല്ലോ. അതാണല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അതാണല്ലോ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ശത്രുവിൻ്റെ പാളയത്തിൽ ഉണ്ടാകുന്ന എന്ത് വിള്ളലിനെയും പരമാവധി മുതൽ തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയപരമായിട്ടോ നൈതികമായിട്ടോ അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. അങ്ങനെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ്, ഇപ്പം നിതിൻ ഗഡ്കരി പറഞ്ഞല്ലോ, എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്ന് പ്രധാനമന്ത്രിയാക്കാം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. അതാ ഒരു കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ ഈ മുന്നണിക്കാരനും അത് നിഷേധിച്ചിട്ടുമില്ല. നിതിൻ ഗഡ്കരിക്ക് ആ ഓഫർ കൊടുത്തിരുന്നു എന്നുള്ള കാര്യത്തിൽ അവരൊരു ശ്രമം നടത്തിയതാണ്. അങ്ങനെ പ്രധാനമന്ത്രി പദം അങ്ങോട്ട് കൊടുത്തോണ്ട് നിതിൻ ഗഡ്കരിയെ അടർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിന് അവർ ശ്രമിച്ചു. അതിൻ്റെ അത് തെറ്റൊന്നുമില്ല.